ഹലോ. അപ്പം 2 ദിവസമൊക്കെയായിട്ട് നല്ല മഴയായിരുന്നല്ലേ? അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ ഒരു കാര്യം പറയാനാട്ടോ വന്നത്. അപ്പം എൻ്റെ നാട് കോട്ടയം മുണ്ടക്കയം അവിടെയായിട്ട് കൂട്ടിക്കൽ എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ 2 ദിവസമായിട്ട് നല്ല ഉരുൾപൊട്ടലിൻ്റെയൊക്കെ കേട്ടില്ലായിരുന്നോ? അപ്പം എൻ്റെ സ്വന്തം വീടെന്ന് പറയുമ്പോൾ പ്ലാപ്പള്ളി, അതായത് കൂട്ടിക്കൽ പ്ലാപ്പള്ളി ആ ഭാഗത്തായിട്ടാട്ടോ. അപ്പോൾ ആ ഉരുൾ പൊട്ടിയിരിക്കുന്നതും അവിടെ തന്നെയാണ്. അപ്പം ഒരുപാട് ആൾക്കാർ മരിച്ചെന്നൊക്കെ അറിയുന്നുണ്ട്. നമുക്കിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നെറ്റ് പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അപ്പോൾ അറിഞ്ഞതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ അവിടെ സേഫാണെന്നൊന്നും അറിയാനൊന്നും പറ്റണില്ല. കാരണം അവിടെ ഉരുൾ പൊട്ടിയെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ നമ്മുടെ അറിയാവുന്ന ആൾക്കാരൊക്കെ മരിച്ചെന്ന് കേട്ടപ്പോൾ വളരെ സങ്കടമായിട്ടുണ്ട്. കാരണം വീട്ടുകാരെയൊക്കെ വിളിച്ച് നോക്കിയിട്ടൊന്നും കിട്ടണമൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് പോകാനും നമുക്ക് നിവൃത്തിയൊന്നുമില്ല. കാരണം വെള്ളം കയറി നശിച്ചു, റോഡ് ഇല്ല, എല്ലാം തന്നെ നശിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം. അപ്പം എല്ലാവരോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വന്നത്. കാരണം അത്ര അധികമായിട്ട് ഉരുൾ പൊട്ടി ഒരുപാട് വീടുകളൊക്കെ നശിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. നമ്മളെ അടുത്തറിയാവുന്ന നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽവക്കം, അവരിൽ പലരും ഇന്ന് മരണം അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം നമുക്കറിയാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ തൃശ്ശൂരിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പം എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ നമുക്കും വരാമല്ലോ. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഒരുപാട് പേര് മരിച്ചെന്ന് കേൾക്കുന്നു. അപ്പം നമ്മൾ ഈ ന്യൂസിൻ്റെ അകത്തൊക്കെ നമ്മളെ അറിയാവുന്ന വ്യക്തികളൊക്കെ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ച് പൊട്ടുക കേട്ടോ. കാരണം എന്ത് പറ്റി എന്നുള്ളൊരു ആകാംക്ഷയില്ല ഞാനും. കാരണം അവരെ ഒന്നും വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പം എല്ലാവരും മാക്സിമം അവിടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം അങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ.